അപ്പു പറ, എത്ര നാൾ എല്ലാവരിൽ നിന്നും നിനക്കിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റും? നിന്റെ കാര്യം പോട്ടെ, ആന്റിയുടെ അങ്കിളുടെയും ചോദ്യങ്ങളിൽ നിന്നും ഒന്നും അറിയില്ല, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അവരുടെയൊക്കെ വിഷമം കാണുമ്പോ ഞാൻ ചെയ്യുന്നത് ക്രൂരതയാണെന്ന് തോന്നിപ്പോവാ അപ്പു. അവരോട് ക്രൂരത കാണിക്കേണ്ടി വരുന്നതിലേ ഉള്ളൂ നിനക്ക് സങ്കടം അല്ലേ? എന്നോട് എന്തോ ആവാലോ അല്ലേ? അവരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന്റെ സങ്കടത്തെ പറ്റി നീ ഇപ്പൊ എന്നെ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷേ അതിനു മുമ്പ് എന്തുകൊണ്ട് എന്റെ ചോദ്യങ്ങളിൽ നിന്ന് നീ സ്കിപ്പ് ചെയ്യുന്നു എന്നതിന് എനിക്ക് ബോധ്യപ്പെടുന്നൊരു മറുപടി എന്താ നീ പറയാത്ത? ഞാൻ ചോദിച്ചത് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ ഇത്ര തിടുക്കപ്പെട്ട് ഈ എൻഗേജ്മെന്റ് കലാപരിപാടി ഫിക്സ് ചെയ്തതിന് പിന്നിൽ നിന്റെ മൗനസമ്മതം ഉണ്ടെന്ന് എനിക്കറിയാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടി തന്നെ അല്ലേ ഈ എൻഗേജ്മെന്റ്, അല്ലേ മാളു? പ്ലീസ് അപ്പു, അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിന്റെ കൂടെ നീയും കൂടി എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ? ടോർച്ചർ ചെയ്യുന്നെന്നോ? ഞാനോ? അങ്ങനെ തോന്നിയോ നിനക്ക്? എനിക്കൊരു ബിഗ് സോറി ഡിയർ. അത് പോട്ടെ, ഇപ്പൊ എന്തിനാ വന്നത്? അത് പറഞ്ഞില്ലല്ലോ. മുൻപൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാനും ഒന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ നിന്റെ പാക്കാരനെ കണ്ടായിരുന്നോ? എന്തു പറയുന്നു? ആള് ഹാപ്പി അല്ലേ? ഹാപ്പി ആവും, എനിക്കറിയാം. അവൻ മാത്രമല്ല, നീയും. വല്ലാതെ അങ്ങ് കരഞ്ഞ് ഓവറാക്കണ്ട. താഴെ അമ്മയുണ്ട്. എനിക്കറിയാം ആളു, ഞാൻ അല്പം ക്രൂരമായിട്ട് തന്നെയാ പെരുമാറുന്നത്. വെറുക്കാനും വെറുപ്പിക്കാനും അപ്പു പഠിച്ചുകൊണ്ടിരിക്കുക. എന്താ അപ്പു നീ ഇങ്ങനെ എന്ന ക്ലീശ ചോദ്യമൊന്നും വേണ്ട. അതെ, അപ്പു ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ആകാനേ അപ്പുവിന് കഴിയൂ. ഞാൻ എന്ത് വേണം നീ പറ. ഇപ്പൊ എന്റെ ചുറ്റും നടക്കുന്നൊന്നും എന്റെ അറിവോടെ അല്ല അപ്പു. നോ, അതൊരൊഴിഞ്ഞു മാറില്ല. രക്ഷപ്പെടാൻ എപ്പോഴും നീ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ലെയിം എക്സ്ക്യൂസ്. ഇനി നീ എന്ത് വേണമെന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ എന്റെ ചോദ്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. വിൽ യു ബി മൈ പാർട്ട്ണർ? അപ്പു എന്ന ആണിന് ഇണയായും തുണയായും നീ കൂടെ ഉണ്ടാവുമെന്ന്. ഇപ്പോഴല്ല, എല്ലാ അർത്ഥത്തിലും ഞാനൊരു പുരുഷനായി മാറിയതിനു ശേഷം. ഒരാണിന്റെ ജീവിതം അന്തസ്സായിട്ട് നയിക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസോടെ എനിക്ക് പറയാനും അത് തെളിയിക്കാനും പറ്റുന്ന ഒരു സമയത്ത് നീ എൻ്റെ ഒപ്പം ഉണ്ടാവോ എന്നാണ് ചോദ്യം. കമാൺ, എനിക്കൊരു ഉത്തരം വേണം. ഉത്തരം യെസ് എന്നാണെങ്കിൽ നമ്മൾ ഈ സംസാരം കണ്ടിന്യൂ ചെയ്യും. നോ എന്നാണെങ്കിൽ പിന്നെ ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടാവില്ല. നിനക്ക് ഇവിടുന്ന് പോവാം. എന്നുവെച്ച് നിന്നോട് ഒരു പിണക്കം ഉണ്ടാവില്ല എനിക്ക്. എന്നും അപ്പുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നീ തന്നെ ആയിരിക്കും.
ഇനി തീരുമാനം നിന്റേതാണ്. അപ്പൊ ഞാൻ ഏയ്, either yes or no. ഇതിലപ്പുറം ഒരു വിശദീകരണവും എനിക്ക് വേണ്ട മോള്. കാരണം ഈ ചോദ്യത്തിന് ഈ 2 ഉത്തരങ്ങളേ ഉള്ളൂ. അതിൽ നിനക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം.